ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ ടെക്സ്റ്റൽ പ്രസൻറ്റേഷനും ടാബുലർ പ്രസൻറ്റേഷനും പറഞ്ഞു. അതിനുശേഷം ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനിലേക്ക് എത്തുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ജിയോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം ആൻഡ് അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് അല്ലേ. നമുക്കിന്ന് ജിയോമെട്രിക് ഡയഗ്രാം പഠിക്കാം. ജിയോമെട്രിക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ജിയോമെട്രിക് ഡയഗ്രത്തെ പ്രധാനമായി ഒരു ഗ്രാഫ്, ഈ ചാപ്റ്ററിന് ഒരു ഗ്രാഫ് വരുവേ, സിമ്പിളാണ്. ജിയോമെട്രിക് ഡയഗ്രത്തെ പ്രധാനമായി രണ്ടായി തരംതിരിക്കാം. ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, എല്ലാവരും ബുക്ക് എടുത്ത് വെക്കുക, എക്സലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്ക്. ജിയോമെട്രിക് ഡയഗ്രത്തെ പ്രധാനമായി രണ്ടായി കാറ്റഗറൈസ് ചെയ്തൊക്കെയാണ് ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം. ഓക്കെ, ബാർ BAR ബുക്കിൽ കാണുന്നില്ലേ, ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം. ആൻഡ് ബാർ ഡയഗ്രത്തിൽ തന്നെ വീണ്ടും നമുക്ക് മൂന്നായി തരംതിരിക്കാം: സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആൻഡ് കോമ്പോണന്റ് ബാർ ഡയഗ്രാം. ഇന്ന് ബാർ ഡയഗ്രാം നമുക്ക് പഠിക്കാം. ഓക്കെ, ബാർ ഡയഗ്രാം വളരെ അപൂർവ എക്സാമിനൊക്കെ വന്നിട്ടുള്ളൂ. മേ ബി ചിലപ്പോൾ ഈ വർഷം അതായിരിക്കും വരും, കാരണം ഈ വർഷം ഫോക്കസ് ഏരിയയിൽ നിന്നെല്ലാം സിമ്പിൾ ക്വസ്റ്റനാണ് ചോദിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ, ഇപ്പോൾ സപ്പോസ് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ കോക്കനട്ട് തേങ്ങ ഉൽപ്പാദനം. അപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ ഇത്ര, കർണാടകത്തിൽ ഇത്ര, രാജസ്ഥാൻ ഇത്ര, നമ്മളിങ്ങനെ പറയുന്നു. അത് ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ. ഒരു ടേബിൾ വരച്ചിട്ട് സ്റ്റേറ്റ് ആൻഡ് കോക്കനട്ട് പ്രൊഡക്ഷൻ രണ്ട് കോളാക്കി ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങൾ ഒരു കോളത്തിൽ എഴുതുന്നത്, അപ്പുറത്തെ കോളത്തിൽ അവിടെ കോക്കനട്ട് പ്രൊഡക്ഷൻ എഴുതുന്നത്. അത് ടാബുലർ പ്രസൻറ്റേഷൻ. അതേ ഡാറ്റ നമ്മളെങ്ങനെ ഡയഗ്രമാറ്റിക്കലി പ്രസൻറ്റ് ചെയ്യാം? അതിന് ഇതുപോലെ വ്യത്യസ്ത ഡയഗ്രാംസ് ഉപയോഗിക്കാം. ബാർ ഡയഗ്രാം ഉപയോഗിക്കാം, പൈ ഡയഗ്രാം ഉപയോഗിക്കാം, ഏതും ഉപയോഗിക്കാം. ബാർ ഡയഗ്രാമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാർ ഡയഗ്രാം തന്നെ സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ ആൻഡ് കോമ്പോണന്റ് ബാർ ഡയഗ്രാം. സിമ്പിൾ ബാർ ഡയഗ്രാം സപ്പോസ് ഇന്ത്യയിലെ കോക്കനട്ട് പ്രൊഡക്ഷനെ മാത്രം കാണിക്കുന്നെങ്കിൽ നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിക്കാം. എപ്പോഴാണ് മൾട്ടിപ്പിൾ ആൻഡ് കോമ്പോണന്റ് ബാർ ഡയഗ്രാം? മൾട്ടിപ്പിൾ എന്നാൽ മോർ ദാൻ വൺ, കോമ്പോണന്റ് ഡിഫറെൻറ്റ് കമ്പോ. അതെപ്പോഴും ഉപയോഗിക്കുക? സപ്പോസ് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ കോക്കനട്ട് പ്രൊഡക്ഷൻ ആൻഡ് റെയിൻ, മഴ അവൈലബിൾ ആയിട്ടുള്ള ഈ രണ്ടും നമ്മൾ മെഷർ ചെയ്യുന്നത് നോക്കി എത്ര മഴ കിട്ടുന്നുണ്ട്, എത്ര തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൊത്തം സംസ്ഥാനങ്ങളുടെ രണ്ട് ഡാറ്റ, മോർ ദാൻ വൺ ഡാറ്റ മെഷർ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ടേബിൾ, സെൻറ്റൻസ് ആണെങ്കിൽ സെൻറ്റൻസ് ആയിട്ട് പറയാം. ടാബുലർ പ്രസൻറ്റേഷൻ ആണെങ്കിലോ നമ്മൾ നേരത്തെ സ്റ്റേറ്റും ഒരു കോളം വരച്ചിട്ടില്ലേ, അതിന് പകരം നമുക്ക് മൂന്നാമതായിട്ട് വേറൊരു കോളം കൂടി വരയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് വരച്ച് നോക്കേ. ഞാൻ ബാക്കിലൊരു ബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ ടെക്സ്റ്റലായിട്ട് പറയാം. ഇപ്പോൾ ടാബുലർ പ്രസൻറ്റേഷൻ ടേബിൾ ആണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ സപ്പോസ് ഇവിടെ സ്റ്റേറ്റ് നമ്മൾ മാർക്ക് ചെയ്തു, ഇവിടെ കോക്കനട്ട് പ്രൊഡക്ഷൻ മാർക്ക് ചെയ്തു, ഇവിടെ നമുക്ക് റെയിൻ മാർക്ക് ചെയ്തു. ഇത് ടാബുലർ പ്രസൻറ്റേഷൻ ആയില്ലേ? ഓക്കെ, അല്ല ഈ റെയിൻ്റെ അവൈലബിലിറ്റി ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു രണ്ട് കോളമുള്ള ടേബിൾ മാത്രം വരയ്ക്കാം. ഇങ്ങനെയാണ് ടാബുലർ പ്രസൻറ്റേഷൻ. ഇനിയോ നമ്മൾ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ആകുമ്പോൾ എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലാണ് നമ്മൾ ഡിഫറെൻറ്റ് ഡയഗ്രത്തെ കുറിച്ച് പറഞ്ഞത്. ബാർ ഡയഗ്രാം ആൻഡ് പൈ ഡയഗ്രാം. അതിൽ ബാർ ഡയഗ്രാമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ബാർ ഡയഗ്രത്തിന് നമ്മൾ മൂന്ന് തരത്തിലുള്ള ബാർ ഡയഗ്രാം: സിമ്പിൾ ബാർ ഡയഗ്രാം ആൻഡ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആൻഡ് കോമ്പണന്റ് ബാർ ഡയഗ്രാം, മൂന്നും നമ്മൾ പഠിക്കും. അപ്പോൾ എന്താണ് ഈ ബാർ ഡയഗ്രാം? എങ്ങനെ എഴുതുക? ബാർ ഡയഗ്രാം എന്നാൽ ബാർ, BAR, ബാർ ഡയഗ്രാം നമ്മൾ പഠിക്കാൻ പോകുന്നത്. BAR, ബാർ. ഓക്കെ, അപ്പോൾ ഈ ബാർ ഡയഗ്രത്തിൽ BAR ബാർ എന്ന് പറഞ്ഞാൽ സിംപ്ലി ബാർ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് എന്താ, ഒരു തിക്ക് ലൈൻ. ബാർ എന്ന് പറഞ്ഞാൽ തിക്ക് ലൈൻ, കട്ടിയുള്ള ഒരു വര, ഇതാണ് ബാർ. ഈ ബാറിന് ഇത്ര തടി വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര ഉള്ള ബാർ വരയ്ക്കാം. അതായത് ബാർ മീൻസ് എ തിക്ക് ലൈൻ, കട്ടിയുള്ള ഒരു വര. ആ ബാറിന്റെ തിക്നെസ് എത്രയാണെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര തടിയുള്ള ബാർ വരയ്ക്കാം, ഇത്ര തടിയുള്ള വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം മെലിഞ്ഞ് ഇത്ര തടിയുള്ളത് വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എത്ര തടിയുള്ളത് വരയ്ക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാലും ബാർ എന്നോട് ഉദ്ദേശിക്കുന്നത് തിക്ക് ലൈനാണ്. ഈ ബാർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ ബാറിന്റെ തിക്നെസ്സിന്, കട്ടിക്ക് പ്രാധാന്യമില്ല, ഇതിന് വിഡ്ത്തിന്, ഇതിന് പ്രാധാന്യമില്ല, ലെങ്ത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നീളെ നമുക്ക് മെഷർ ചെയ്യണ്ടു. ഒരാൾ വരച്ച ബാറിന് ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടി 5 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു ബാർ വരച്ചു, ഒരു കുട്ടി 0.5 സെൻറ്റിമീറ്റർ.
അതിൻ്റെ വിഡ്ത്തിന്, അതിൻ്റെ വണ്ണത്തിന് വലിയ പ്രാധാന്യമില്ല, നീളത്തിന് മാത്രമാണ് പ്രാധാന്യം. ഓക്കെ, അപ്പോൾ നമുക്കത് പഠിച്ചതിന് ശേഷം വരയ്ക്കാം. നമുക്ക് ആ ബുക്കിലേക്ക് നോക്കിക്കോളൂ. അപ്പോൾ ബാർ ഡയഗ്രത്തിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രത്തെ 3ആയി കാറ്റഗറൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് 3 ഏതൊക്കെയാണെന്നൊക്കെ ഓർമ്മ വേണം കേട്ടോ. സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആൻഡ് കോമ്പോണന്റ് ബാർ ഡയഗ്രാം. സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ bar diagram comprises a group of rectangular bars with equal space and width for each class of data. അതായത് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കിൾസ് എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് റെക്ടാങ്കിൾ. ഇത് നമുക്ക് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞൂടെ, ഇതിൽ റെക്ടാങ്കിൾ അല്ലേ, ഇത് പറ്റുന്നില്ല എന്താ. അതായത് ഇതൊരു റെക്ടാങ്കിൾ ആണ്. അതായത് നീളവും വീതിയും വ്യത്യസ്തമായിട്ടുള്ള റെക്ടാങ്കിൾ. അങ്ങനെ ഒത്തിരി റെക്ടാങ്കിൾസ് ഉള്ളതാണ് നമ്മൾ ബാർസ് എന്ന് ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ കേരളത്തിലെ നമ്മളിപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ സിംപ്ലി ഞാൻ ആദ്യം വരച്ചിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് എളുപ്പം പിടികിട്ടും. ഓക്കെ, അതായത് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? എക്സ് ആക്സിസും വൈ ആക്സിസും അല്ലേ. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ് അല്ലേ. എന്താണ് ഇത്? വൈ ആക്സിസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. എങ്ങനെ? നമ്മൾ എത്രയാണോ മെഷർമെന്റ് കിട്ടിയത് അങ്ങനെ ഇവിടെ ഇപ്പം ഞാൻ അടയാളപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളുടെ തേങ്ങ ഉൽപാദനമാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചോളൂ. ഇപ്പം നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താ? ഫോളോയിങ് ടേബിൾ ഗിവ് ദ ബർത്ത് റേറ്റ് ഫോർ 1000 ഡിഫറെന്റ് കൺട്രീസ്. വ്യത്യസ്ത രാജ്യങ്ങളുടെ ബർത്ത് റേറ്റ് കൊടുത്ത ഒരു എക്സാമ്പിൾ ഉണ്ട് നമ്മുടെ ബുക്കിൽ. ഇവിടെ ഏകദേശം എത്ര? 6 രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3 രാജ്യങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ശ്രീലങ്ക, ജർമ്മനി, UK, ചൈന, ഇന്ത്യ, സ്വീഡൻ, ഇങ്ങനെ 6 രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ബർത്ത് റേറ്റ് ശ്രീലങ്കയുടെ 33, ജർമ്മനിയുടെ 16, UKയുടെ 20 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ കണ്ടില്ലേ, ബുക്കിൽ കണ്ടില്ലേ? അപ്പോൾ ഞാനിത് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെയാണ് ഈ എക്സ് ആക്സിസിലാണ് എപ്പോഴും ബാർ നിൽക്കേണ്ടത്. വൈ ആക്സിസിലാണ് അതിൻ്റെ നീളം നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്ന കൺട്രിയാണ്, രാജ്യമാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ബർത്ത് റേറ്റ് നമ്മൾ ഇവിടെ നോക്കും. ഓക്കെ, അപ്പോൾ ബർത്ത് റേറ്റ് ഇവിടെ ഏറ്റവും കൂടിയ ബർത്ത് റേറ്റ് 40ആണ്. അപ്പോൾ നമുക്കൊരു 5 വെച്ചിട്ട് ഇവിടെ മാക്സിമം 40 വരെ നമുക്ക് കിട്ടണം. അതുകൊണ്ട് ഒരു 5 വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 5, 10 നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ 5 വെച്ച് മാർക്ക് ചെയ്യണമെന്നില്ല, 2 വെച്ചിട്ട് 2, 4 അങ്ങനെ കൊടുക്കാം, 10, 20 അങ്ങനെ കൊടുക്കാം. ഞാൻ 5 വെച്ച് കൊടുക്കുന്നത് 20, 25, 30, 35 ഇവിടെ നിന്ന് 40 വരുവേ. ഇനി ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്ത് ശ്രീലങ്കയുടെ ബർത്ത് റേറ്റ് എത്രയാ? 33. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഇതാണ് പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറയും. ഇവിടുന്ന് കുറച്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യാൻ. എത്ര വിടണമെന്നില്ല, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ച സ്പേസിനനുസരിച്ച് വിടുക. ഇത്ര ഇവിടുന്ന് വിടണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ശ്രീലങ്കയുടെ ബർത്ത് റേറ്റ് എത്രയാ? 33. ഇത് 33,000 1000 നമ്മുടെ സൗകര്യത്തിന് 33. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രീലങ്ക വരയ്ക്കുന്നു. ഒരു ബാർ വരയ്ക്കണം. എൻ്റെ ബാറിന് ഇത്രയേ വണ്ണാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വണ്ണം ആക്കാം. ഓക്കെ, എൻ്റെ 33 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര വരും അല്ലേ. അപ്പോൾ ഇവിടെ ഇത് 30 അല്ലേ, 33 ഇവിടെ വരും. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനൊരു ബാർ വരച്ചു. ഇതാണ് എൻ്റെ ശ്രീലങ്കയെ കാണിക്കുന്നത്. അതായത് ശ്രീലങ്കയുടെ ബർത്ത് റേറ്റ് 33ആണ്. ഇത്ര ഇത് 35ആണ്, ഇവിടെ 33ആണ്. ഇനി ഞാൻ എന്താ വരയ്ക്കുന്നത്? ജർമ്മനിയുടെ ബർത്ത് റേറ്റ് എത്രയാ? 16, 16,000 ആണ്. അപ്പോൾ അടുത്ത ബാർ വരയ്ക്കുമ്പോൾ ഞാനൊരു നിശ്ചിത സ്പേസ് വിടണം. അടുത്ത് വരയ്ക്കുന്നത് ഇത്ര വിടാം, ഇത്ര നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വിടാം. ഇപ്പോൾ 16 എത്ര വരും? ഇത് 15ആണ്. അപ്പം ഇനി തൊട്ട് മുകളിൽ ഇത്രയും വരും, ഏകദേശം ഇത്ര വരും. അപ്പോൾ ഇത്ര സ്പേസ് വിട്ടിട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ ബാർ ഇത്ര തടി ഉണ്ടെങ്കിൽ ഈ ബാർ ഇത്ര തന്നെ തടി ഉണ്ടാവണം. ബാറുകളുടെ വിത്ത്, ബാറുകളുടെ വണ്ണം എത്ര? ഇപ്പൊ 6 രാജ്യത്തിനെ ഞാൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ 6 രാജ്യത്തിന്റെ ബാറുകളുടെ വിത്ത് ഒരുപോലെ ആയിരിക്കണം, ഇടയിലുള്ള ഗ്യാപ്പ് ഒരുപോലെ. ഇവിടെ ഞാൻ 5 സെന്റിമീറ്റർ വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ 5 സെന്റിമീറ്റർ തന്നെ വിടണം. എത്ര ബാർ വരയ്ക്കുന്നു അത്രയും ബാറുകൾ ഒരേ വണ്ണത്തിലായിരിക്കണം, ബാറുകൾക്കിടയിലുള്ള ഗ്യാപ്പും ഒരുപോലെ ആയിരിക്കണം. ഓക്കെ, ഇനി ഞാൻ UK, ഇത് ജർമ്മനിയാണ്, ഇത് ജർമ്മനി. ഇനി UK ആണ്. UK എത്രയാ? 20,000. 20 എന്ന് പറയുമ്പോൾ ഇത്ര വരും അല്ലേ, 20 നോക്കാം. അപ്പോൾ ഇതേ ഗ്യാപ്പ് ഞാൻ ഇവിടെ വിടണം. ഓക്കെ, 20. പിന്നെ ഇതേ വണ്ണം തന്നെ ആയിരിക്കണം എൻ്റെ ബാറിന്. ഓക്കെ, UK
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ബാക്കി 3 രാജ്യങ്ങളെ കൂടി നമുക്ക് വരയ്ക്കാം. അപ്പോൾ കൂടുതൽ വരയ്ക്കണമെങ്കിൽ നമ്മുടെ എക്സ് ആക്സിസിന്റെ നീളം അങ്ങോട്ട് കൂട്ടിയാൽ മതി കുറേ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്, ഈ ഗ്യാപ്പിന്റെ സ്പേസ് കുറയ്ക്കാം, ചെറിയ ഗ്യാപ്പ് ഇട്ടാൽ മതി. ഈ ബാറിന്റെ തടിയും കുറക്കാം. നമ്മുടെ ബുക്കിലെ സ്പേസിനനുസരിച്ച് ബാറിന്റെ തടി കുറക്കുക, ഗ്യാപ്പ് കുറക്കുക, അതെല്ലാം നമുക്ക് ഇവിടെ നോക്കണമെങ്കിൽ നീളം മാത്രമേ അറിയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ നമ്മൾ മനസ്സിലാവും. അതായത് ഇവിടെ ഇപ്പോൾ ബർത്ത് റേറ്റ് ആണ് നോക്കുന്നത്, ഡിഫറെന്റ് കൺട്രീസിന്റെ ബർത്ത് റേറ്റ് ആണ്. ഡിഫറെന്റ് കൺട്രീസ് ശ്രീലങ്കയുടെ 33 ആൻഡ് ദെൻ പിന്നെ നമ്മൾ നോക്കിയ ജർമ്മനിയുടേത് 16 വരുന്നത്, UK-യുടേത് 20 വരുന്നത്. വേണമെങ്കിൽ ഇവിടെ 16 നോക്കി എഴുതാം, ഇവിടെ 33, ഇവിടെ 20 നോക്കി വേണം നമുക്ക് എഴുതിയും കൊടുക്കാം. അപ്പോൾ ദിസ് ഈസ് ദ ബാർ ഡയഗ്രാം. ഇത് സിമ്പിൾ ബാർ ഡയഗ്രാം. ഞാൻ ആദ്യം വരക്കാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് സിമ്പിൾ ബാർ ഡയഗ്രാം. ഇനി സപ്പോസ് ഈ ശ്രീലങ്കയുടെ തന്നെ വേറൊരു ഡാറ്റ, അതായത് ബർത്ത് റേറ്റിന്റെ കൂടെ തന്നെ നമ്മൾ ഇൻകം, ഫാമിലിയിലെ ഇൻകം, പെർ ഫാമിലി ഇൻകം നോക്കണം എന്ന് വെച്ചോളൂ. അപ്പോൾ ഇവിടെ ശ്രീലങ്ക കൊടുക്കുമ്പോൾ പെർ ഫാമിലി ഇൻകം തൊട്ടടുത്ത് തന്നെ നമുക്ക് മെഷർ ചെയ്യാം, ഇതിനോട് മുട്ടിയിട്ട്. അത് നമുക്ക് പിന്നീട് പറയാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം. ഇപ്പൊ ഇത് സിമ്പിൾ ബാർ ഡയഗ്രാം മനസ്സിലായല്ലോ. നമ്മുടെ ബുക്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ രാജ്യം അടയാളപ്പെടുത്തുന്നു, ഇവിടെ എന്താണോ ബർത്ത് റേറ്റ് ആണ് നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടാവും. ആ ഡാറ്റ ആദ്യം നോക്കുക. നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഈ ടേബിളിലെ ഡാറ്റ മാക്സിമം 40 ആണ്. അതുകൊണ്ട് ഏകദേശം 40 ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ നമ്മൾ മുകളിലേക്ക് വരാം. ഇപ്പോൾ സ്പേസിനനുസരിച്ച് 2, 4, 6, 5, 10, 10, 20 എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ നീളമാണ് പ്രധാനം, ഇതിന്റെ വണ്ണം പ്രാധാന്യമില്ല. പക്ഷെ ബാർ വരയ്ക്കുമ്പോൾ ഈ ഓരോ ബാർ മീൻസ് തിക്ക് ലൈൻ, അത്രേ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ ഓരോ രാജ്യത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഈ ബാറാണ്. ഈ ബാറുകളുടെ വിഡ്ത്ത് വണ്ണം ഒരുപോലെ ആയിരിക്കണം, ബാറിന്റെ ഇടയിൽ കാണുന്ന ഗ്യാപ്പും ഒരുപോലെ ആയിരിക്കണം. ഓക്കെ, എന്താ ഇത് മാത്രം അയച്ചു വെക്കേ. കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് എന്തോന്ന് ഇതിൻ്റെ പോകുന്നില്ല. അത് നമുക്കൊന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ബുക്ക് നോക്കിയിട്ട് അടുത്ത ഒരു പ്രോബ്ലം ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താ? ഡ്രോ എ ബാർ ഡയഗ്രാം ഡിപിക്റ്റിംഗ് ദ ഫോളോയിങ് ഡാറ്റ. അതായത് ഫേംസ് ആൻഡ് നമ്പർ ഓഫ് കമ്പ്യൂട്ടർ സോൾഡ്. നമ്മുടെ രാജ്യത്ത് കമ്പ്യൂട്ടർ വിറ്റ വ്യത്യസ്ത കമ്പനികളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വരയ്ക്കുക. കമ്പനികൾക്കിടെ പേരൊന്നും കൊടുത്തിട്ടില്ല, ABCDE എന്നാണ് കൊടുത്തത്. അപ്പോൾ എ എന്ന കമ്പനി ഒരു പെർട്ടിക്കുലർ ഇയറിൽ 220 കമ്പ്യൂട്ടർ വിറ്റു, B 270 വിറ്റു, C 210 വിറ്റു. അപ്പോൾ നിങ്ങൾ ഓരോ ബാറിനും ABCD എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് Y ആക്സിസിൽ 220. അപ്പോൾ നിങ്ങൾ ഇവിടെ 220 ഒക്കെ മാർക്ക് ചെയ്യണമെങ്കിൽ എത്ര വലിയ Y ആക്സിസ് വരയ്ക്കുന്നു വേണ്ട. ഇപ്പോൾ 220 മാർക്ക് ചെയ്യണം, ഈ Y ആക്സിസ് അല്ലേ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 10, 20 എന്നൊക്കെ തുടങ്ങിയ എങ്ങനെയാണ്, അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ 200 തുടങ്ങുക, സ്റ്റാർട്ടിങ്ങിൽ 200 തുടങ്ങുക. പിന്നെ 210 മാക്സിമം എത്രയാണ്? 350 വരെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 250, 300, 350 അങ്ങനെ കൊടുക്കാം. ഓക്കെ, അത് കുറച്ച് ദൂരത്തിൽ 200, 250 അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെയാണ്. ജസ്റ്റ് നമുക്ക് ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലായാൽ മതി, അല്ലാതെ 1, 2, 3 അങ്ങനെയൊന്നും തുടങ്ങണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒറിജിനൽ കുറച്ച് സ്പേസ് വിട്ടിട്ട് 200 കൊടുത്തൊക്കെ വരച്ചാൽ മതി. ഒറിജിനൽ ഇടരുത്. അല്ലെങ്കിൽ 200 പകരം 250 വേണമെങ്കിൽ 250 കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. Bar diagram comprises a group of rectangular bars with equal space and width for each classes of data. ബാർസിന്റെ വിഡ്ത്ത് ഒരുപോലെ ആയിരിക്കണം, ബാറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒരുപോലെ ആയിരിക്കണം. ഹൈറ്റ് ഓർ ലെങ്ത് ഓഫ് ദ ബാർ ഈസ് ടേക്കൺ ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡാറ്റ. ബാറിന്റെ നീളം, അതാണ് നമ്മുടെ ഡാറ്റ പ്രതിനിധാനം ചെയ്യുന്നത്. നമുക്ക് ബാറിന്റെ നീളം മാത്രം അറിഞ്ഞാൽ മതി. The lower end of the bar touches the baseline such that the height of bar start from the 0 unit. അതായത് നമ്മുടെ ബാർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ പോയിന്റ്, ഈ എക്സ് ആക്സിസ് ആയിരിക്കണം. ഈ എക്സ് ആക്സിസിനാണ് ബാറിൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ എക്സ് ആക്സിസിന്റെ അർത്ഥം എന്താ? ഇത് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനനുസരിച്ച് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് 0 അല്ലേ, ഒറിജിൻ ഇതാണ് 0. അപ്പോൾ നമ്മൾ എപ്പോഴും ബാറുകൾ വരച്ച് തുടങ്ങേണ്ടത് ഇവിടുന്നാണ്. ഈ എക്സ് ആക്സിസിൽ മുട്ടിയിട്ടേ വരക്കാവൂ, അല്ലാതെ മുട്ടാതെ മുകളിൽ തുടങ്ങാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇവിടെ 200 10 എത്ര വെച്ചിട്ട് നമുക്ക് വരക്കാൻ ആവശ്യമായ
ഡാറ്റക്കനുസരിച്ച് നമുക്ക് വൈ ആക്സിസിൽ വാല്യൂ കൊടുക്കാം. ഓക്കെ, ദെൻ bar of a bar diagram can be visually compared by their relative height and accordingly data are comprehended quickly. നമുക്ക് എപ്പോഴും ബാറിന്റെ ഹൈറ്റിന് മാത്രം പ്രാധാന്യം, എന്നിട്ട് നമ്മൾ മൊത്തം ബാറ് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ഈ ബാറെല്ലാം വരക്കുമ്പോൾ നിങ്ങൾ 6 ബാറും ഒന്ന് വരച്ച് നോക്കി. ഞാൻ 3 വരച്ചിട്ടുള്ളൂ. ചൈനയുടെയാണ് ഏറ്റവും നീളമുള്ളത്, 40,000 ഉണ്ട്. അപ്പോൾ ഹൈറ്റ് കാണുന്നതിന് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും വലുത് ചൈനയാണ്, ഏറ്റവും ചെറുതേതാ സ്വീഡൻ 15 ഉള്ളൂ. അപ്പോൾ സ്വീഡൻ ആണോ ജർമ്മനി ആണോ നമുക്ക് സംശയം തോന്നുന്നത്. സ്വീഡൻ 15ഉം ജർമ്മനി 16ഉം ഉണ്ട്. പക്ഷേ എങ്കിലും നീളം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഡാറ്റ ഫോർ ദിസ് ക്യാൻ ബി ഓഫ് ഫ്രീക്വൻസി ഓർ നോൺ ഫ്രീക്വൻസി ടൈപ്പ്. നമ്മൾ എപ്പോഴാണ് ഈ ബാർ ഡയഗ്രം ഉപയോഗിക്കുക, അതായത് സിമ്പിൾ ഡാറ്റ, നമുക്ക് സിംഗിൾ ഡാറ്റ കിട്ടുന്നത് ആവൃത്തി ഇല്ലാതെ ആവർത്തിക്കാതെ ഡാറ്റ കിട്ടുമ്പോഴാണ്. മേ ബി ചിലപ്പോൾ ആവർത്തിച്ച് വന്നേക്കാം, എങ്കിലും ബാർ ഡയഗ്രം വരക്കാം. Bar diagrams are more suitable for non-frequency data such as income, import, export, etc. over the years. ആവർത്തിക്കാതെ, അതായത് നമ്മളിപ്പോൾ സ്കൂളിലെ കുട്ടികളുടെ മാർക്ക് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ആവർത്തിക്കും. അങ്ങനെ ആവർത്തിക്കാതെ ഡാറ്റ കിട്ടുമ്പോൾ ഇൻകം, ഇമ്പോർട്ട്, എക്സ്പോർട്ട് അതൊക്കെ വരക്കാനാണ് ബാർ ഡയഗ്രാം ഏറ്റവും എളുപ്പം. A simple bar diagram is used to represent only one variable. ഒരു ബാർ ഒരു വേരിയബിൾ റെപ്രസെന്റ് ചെയ്യാനേ ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ ശ്രീലങ്കയുടേത് ഒരു ബാറ്, ജർമ്മനിയുടേത് ഒരു ബാറ്, UK-യുടേത് ഒരു ബാർ. ഓരോ രാജ്യത്തിനും ഓരോ ബാർ നമ്മൾ വരക്കും, അല്ലാതെ എല്ലാം ഒന്നിച്ചു കൂടി വരക്കണ്ട. അങ്ങനെ വരക്കുന്ന ടൈപ്പ് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ വരക്കുന്നത്. എ സിമ്പിൾ ബാർ ഡയഗ്രം ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഓൺലി വൺ വേരിയബിൾ. ഹെൻസ്, അതായത് ഒരു വേരിയബിളിനെ മാത്രം റെപ്രസെന്റ് ചെയ്യാൻ ഒരു ബാർ ഉപയോഗിക്കുമ്പോൾ അത് സിമ്പിൾ ബാർ ഡയഗ്രാം ആവുക. ഒന്നിൽ കൂടുതൽ വേരിയബിളിനാകുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം എന്ന് പറയൂലേ. Hence it is known as one dimensional diagram. ഈ സിമ്പിൾ ബാർ ഡയഗ്രത്തിന്റെ വേറൊരു പേരാണ് one dimensional bar diagram. Here the length of the bar is only important. അപ്പോൾ നമ്മൾ ഓർക്കുക, ബാർ ഡയഗ്രത്തെ നമുക്ക് ജോമെട്രിക് ഡയഗ്രത്തെ മെയിൻലി രണ്ടായി തിരിക്കുന്ന ബാർ ഡയഗ്രവും പൈ ഡയഗ്രം. അതിൽ ബാർ ഡയഗ്രത്തെ വീണ്ടും 3ആയി തരംതിരിക്കുന്നത് സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പോണന്റ്. അതിൽ സിമ്പിൾ ബാർ ഡയഗ്രാം നമ്മൾ വരച്ചത്, അതായത് നമുക്കൊരു ഡാറ്റ കിട്ടിയാൽ ആ ഡാറ്റയെ ബാർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുന്നു. ബാർ എന്ന് പറഞ്ഞാൽ ഒരു വര, കട്ടിയുള്ള ഒരു വര, വീതിയുള്ള ഒരു വര. ആ ബാറിന്റെ വീതി എത്രയാണോ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ നമ്മൾ ഒരു ഗ്രാഫിൽ 5 ബാർ വരയ്ക്കുന്നുണ്ടെങ്കിൽ 5 ബാറിനും ഒരേ തടിയായിരിക്കണം, ഒരേ വിഡ്ത്ത് ആയിരിക്കണം. ബാറിന്റെ ലെങ്ത് ആണ് ഡാറ്റകൾ തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത്. ലെങ്ത് ആണ് ഇമ്പോർട്ടൻ്റ്. ബാറുകൾ 5 ബാർ വരയ്ക്കുന്നുണ്ടെങ്കിൽ 5 ബാറിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഒരുപോലെ ആയിരിക്കണം, ബാറിന്റെ വിഡ്ത്തും ഒരുപോലെ ആയിരിക്കണം. ഈ ഒരു സിമ്പിൾ ബാർ ഡയഗ്രത്തെ നമ്മൾ പറയും വൺ ഡയമെൻഷണൽ ബാർ ഡയഗ്രം എന്ന് പറയുന്നത്. കാരണം സിമ്പിൾ ഒറ്റ ഡാറ്റയെ മെഷർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത്രയും ഓർത്താൽ മതി. ബാർ വരക്കാനും പഠിച്ചല്ലോ. അപ്പോൾ ഒരു ബാർ, നിങ്ങൾ അടുത്ത ബാർ വരച്ച് നോട്ട്ബുക്കിൽ കാണിക്കണം. ഞാൻ അവസാനം വർക്ക് തരും കേട്ടോ. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം ഇപ്പോൾ വരച്ചതുപോലെ തന്നെ നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് വായിച്ചു നോക്കാം. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാംസ് ആർ യൂസ്ഡ് ഫോർ കമ്പയറിംഗ് 2 or more സെറ്റ്സ് ഓഫ് ഡാറ്റ. ഒന്നിൽ കൂടുതൽ ഡാറ്റ. ഇപ്പം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഇക്കണോമിക്സിലും പൊളിറ്റിക്സിലും ഉള്ള മാർക്ക് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഇൻകവും സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്പെൻഡിച്ചറും, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ വീട്ടിലെ വരുമാനവും ചെലവും, വരുമാനം കൂടുമ്പോൾ ചെലവ് കൂട്ടൂലേ നമ്മൾ. അപ്പോൾ വരുമാനവും ചെലവും നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ 5 കുട്ടികളുടെ വരുമാനവും, സപ്പോസ് എക്സാമ്പിൾ വരുമാനവും ചെലവും വീട്ടിലെ, ഓക്കെ, അപ്പോൾ വരുമാനം എത്രയാണ്, ചെലവ് എത്രയാണ് നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എളുപ്പം ഗ്രാഫിലൂടെ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇത്രയൊക്കെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് മോർ ദാൻ വൺ വേരിയബിൾ. പിന്നെയോ എക്സാമ്പിൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഫോർ ഡിഫറെൻറ്റ് ഇയേഴ്സ് or marks obtained in a different subject in a different classes etc. since more than one variable represented different shade colors are used. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡാറ്റ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡോ കളറോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബുക്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ നിങ്ങൾ നോക്കിയേ. ഡ്രോ എ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഫോർ ദി ഫോളോയിങ് ഡാറ്റ. എന്താ മൾട്ടിപ്പിൾ ബാർ ഡാറ്റ കൊടുത്തിരിക്കുന്നത്? 2007, 2008, 2004 വർഷമാണ് കൊടുത്തിരിക്കുന്നത്. അതിലെന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? വിൽപ്പന, ലാഭം, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വിൽപ്പന
ലാഭം, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്പിൾ, അതായത് 2007 ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന മൊത്തം സെയിൽ എത്രയാണ്, മൊത്തം ലാഭം എത്രയാണ്, അറ്റ ലാഭം എത്രയാണ്. അതുപോലെ 2008 എത്രയുണ്ടായി, 2009 എത്രയുണ്ടായി. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ നമുക്ക് സെയിൽസ് ഇയേഴ്സും സെയിൽസും ഒരു വേരിയബിൾ മാത്രമേ മാർക്ക് ചെയ്തുള്ളൂ, ഒരു ബാറ്. ഇവിടെ 3 വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇതെന്തിനാണ് മൊത്തം എളുപ്പം. ഇത് ടാബുലർ പ്രസന്റേഷൻ, അതായത് ഈ ടേബിളിനെ നമ്മൾ ഗ്രാഫിലേക്ക് മാറ്റുവാണ്. ഓക്കെ, നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ സപ്പോസ് ഞാൻ ഒന്ന് വരക്കാം ആദ്യം. 2007 നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുവാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ മാർക്ക് ചെയ്യാം? നമ്മുടെ സെയിൽസ് ഏറ്റവും കൂടുതൽ 150 ബാക്കിയെല്ലാം അതിനേക്കാൾ കുറവ്. അപ്പോൾ ഇവിടെ 150 മിനിമം കിട്ടണം, അതിനേക്കാൾ കൂടുതലും ആവാം. ഓക്കെ, അപ്പോൾ ഒരു 25 വെച്ചിട്ട് ഞാൻ വരക്കുന്നത്. നിങ്ങൾക്ക് 5, 10 വരക്കാം, 50 വെച്ചിട്ട് വരക്കാം, എങ്ങനെയും വരക്കേ. ഞാൻ 50, 75, 100, 125, 150, 175 ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ആദ്യം ഞാൻ വരയ്ക്കുന്നത് 2007 2007 ഞാൻ ഇവിടെ കൊടുത്തു. ഇനി 2007 ഫസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നത് എത്രയാണ്? സെയിൽസ് ആണ്. സെയിൽസ് എത്ര? 2007 100 ഇത്ര വരും. അപ്പോൾ 2007 സെയിൽസ് ഇത് 100 അല്ലേ? 100. കുറേ വരക്കേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ ബാറിൻ്റെ വലുപ്പം കുറച്ചു, തടി കുറച്ചു. ഇത് സെയിൽസ് ആണ് 100. ഇനി 2007 തന്നെ എന്ത് വരക്കണം? പ്രോഫിറ്റ് എത്രയാ? 30 കോടി എത്രയോ ആവട്ടെ. അപ്പൊ ഇവിടെ 30 25 ഇവിടെ തൊട്ട് മുകളിൽ ഇത് സ്കെയിൽ വെച്ച് നമുക്ക് നോക്കാം. ആ 30 ഈ ബാറിനോട് 2007 സെയിൽസും ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് അതെല്ലാം മുട്ടി വരണം. അപ്പൊ 30 എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഈ ബാറിന്റെ അത്രയും തടി പാടുള്ളൂ. ദെൻ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് 30. ഇനി എത്ര? നെറ്റ് പ്രോഫിറ്റ് എത്ര? 10 എന്ന് പറയുമ്പോൾ 25 ഒക്കെ 25നേക്കാൾ നേരെ കുറച്ചേ വരുള്ളൂ. 10 ഇതാണ് ഇത് നെറ്റ് പ്രോഫിറ്റ്. കണ്ടോ? അപ്പൊ 2007 സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. ഇനി 2008 വരക്കാലം കുറച്ച് ഗ്യാപ്പ് വിടുക. 2008 സെയിൽസ് എത്രയാ? 120 എന്ന് പറയുമ്പോൾ ഇത്ര വരും. ഈ ബാറിന്റെ വണ്ണം ഇത്ര തന്നെ ആയിരിക്കണേ, 120. ഇനിയോ പിന്നെ എത്രയാ? ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ? 40. ഗ്രോസ് പ്രോഫിറ്റ് 40 ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് എത്രയാ? 15. നെറ്റ് പ്രോഫിറ്റ് ഇത് 25 ഇവിടെ 15 വരും നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി 2009 വരക്കുമ്പോൾ ഇത്ര ഗ്യാപ്പ് ഇവിടെ വിട്ടില്ല, അത്ര തന്നെ ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ 2009 വരക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ വ്യത്യാസപ്പെടുത്തുവാൻ സെയിൽസ് ഇതെല്ലാം ഒരേപോലെയല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സെയിൽസ് എന്താണ് ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഇതിന് ഷെയ്ഡ് കൊടുക്കും. ഞാൻ ഇതാ ഇപ്പം ഇങ്ങനെ കൊടുത്തു, ഈ ഷെയ്ഡാണ് കൊടുത്തത്. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് എഴുതും? ഇതാ ഇത് ഇങ്ങനെ വരക്കുന്നത് സെയിൽസ് ആണ്, ഇത് സെയിൽസ് ആണ്. ഇനി ഇതിനെന്താ ഷെയ്ഡ് കൊടുക്കും? ഇതിന് കുത്തു കൊടുത്തു, ഇത് ഗ്രോസ് പ്രോഫിറ്റിന്. എന്നിട്ട് ഞാൻ ഇവിടെ എഴുതി എന്ത്? ഈ കുത്ത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇനി ഇതിനെന്താ കൊടുക്കുക? ഞാൻ ഇതിനൊരു റൗണ്ട് കൊടുത്തു. എന്ത് ഷെയ്ഡ് നിങ്ങൾക്ക് കൊടുക്കേ, നിങ്ങൾക്ക് ഇഷ്ടത്തിലുള്ള ഷെയ്ഡ് കൊടുക്കുക. അപ്പൊ ഈ റൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഇതേ ഷെയ്ഡ് ഇവിടുത്തെ സെയിൽസിന് എന്ത് ഷെയ്ഡ് കൊടുക്കണം? ഇതേ ഷെയ്ഡ് കൊടുക്കണം. ഇവിടുത്തെ സെയിൽസിനും ഇങ്ങനെ കൊടുക്കണം. ഇവിടുത്തെ ഗ്രോസ് പ്രോഫിറ്റിനോ? ഗ്രോസ് പ്രോഫിറ്റ് ഇതേപോലെ കുത്ത് കൊടുക്കുക. ഇവിടെ നെറ്റ് പ്രോഫിറ്റിന് ഇതേപോലെ ഇങ്ങനെ കൊടുക്കുക. ഇനി ഇവിടെ 2009 വരച്ചാലോ? ആ 2009 നമ്മൾ സെയിൽസ് ആക്കും, ഗ്രോസ് പ്രോഫിറ്റ്, സെയിൽസ് ആക്കും, ഗ്രോസ് പ്രോഫിറ്റ് ആക്കും, നെറ്റ് പ്രോഫിറ്റ്. ഇതുപോലെ 3 ബാർ ഇവിടെയും വരും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെയും സെയിൽസിന് ഇതേ ഷെയ്ഡ് കൊടുക്കുക, ഗ്രോസ് പ്രോഫിറ്റിന് ഇതേ ഷെയ്ഡ് കൊടുക്കുക, നെറ്റ് പ്രോഫിറ്റിന് ഇതേ ഷെയ്ഡ് കൊടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ബുക്കിൽ നിങ്ങൾ കാണുന്നില്ലേ? ബുക്കിൽ വേറെ കളറാ കൊടുത്ത് നമുക്ക് അങ്ങനെ വേണേൽ കളറും കൊടുക്കാം. ഓക്കെ, ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഇനി ഇതിൻ്റെ അപ്പുറം വരുന്നത് കോമ്പോണന്റ് ബാർ ഡയഗ്രാം,
കോമ്പണന്റ് അല്ല, ആ കോമ്പണന്റ് തന്നെയാണ്, അല്ലെങ്കിൽ അതിന് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം എന്ന് പറയും. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിന്റെ വേറെ ഫോം തന്നെയാണ് ഈ കോമ്പണന്റ് ബാർ ഡയഗ്രം. സിംപ്ലി വേറെ കാര്യം നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഇവിടെ സെയിൽസ് 100 വരുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് എത്ര വന്നു? ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് 30 വന്നു, നെറ്റ് പ്രോഫിറ്റ് ഇവിടെ 10 വന്നു അല്ലേ? ഇവിടെ 100, ദെൻ ഗ്രോസ് പ്രോഫിറ്റ് 30, നെറ്റ് പ്രോഫിറ്റ് എത്ര വന്നു? 10. ഇതിനെ സെപ്പറേറ്റ് വരയ്ക്കുന്നതിന് പകരം, ഇതിനെ കൂട്ടി വരയ്ക്കുന്നതിന് പകരം ഞാൻ മുകളിൽ വരയ്ക്കുന്നതിന് വെച്ചോളൂ. സെയിൽസ് 100, പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് 30, 100ന്റെ കൂടെ 30 കൂട്ടി 130 വരും അല്ലേ? 100ന്റെ കൂടെ 30 വരും, 25, 30 കൂട്ടുക. ഇനിയിപ്പോൾ എന്ത് ചെയ്തു? ഞാൻ അപ്പുറം കൊടുത്തിരിക്കുന്ന ഷെയ്ഡ് കൊടുക്കുന്നില്ല ഗ്രോസ് പ്രോഫിറ്റ്. ഇനി നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 10. ഇതിന്റെ കൂടെ 10 കൂടി കൂട്ടുന്നത് എത്ര വരും? അപ്പം 40, 140. ഇനി ആണ് ഈ ഷെയ്ഡ്, നെറ്റ് പ്രോഫിറ്റിന്റെ ഷെയ്ഡ് ഇവിടെ കൊടുക്കുക. അതായത് ഈ രാജ്യത്തെ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും മൊത്തം കൂട്ടുക. എത്ര? 100, 30, 10, 140 ഒറ്റ ബാർ വരയ്ക്കുക. ഇങ്ങനെ മേലെ മേലെ വരയ്ക്കുന്നതിന് പകരം ഇങ്ങനെയും ചെയ്യാം. എന്ത്? മൊത്തം സെയിൽസ് ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് കൂട്ടിയാൽ 100, 30, 140 കിട്ടും. അപ്പൊ 140 വരെ ഒറ്റ ബാർ വരയ്ക്കുക. എന്നിട്ടോ സെയിൽസ് 100 ആണ്, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റ് 30 ആണ്, 130 മറ്റേത്. എന്നിട്ട് ഇതിന് ഇങ്ങനെ സ്യൂട്ടബിൾ ആയി നമ്മൾ കൊടുത്തിരിക്കുന്ന ഷെയ്ഡ് കൊടുക്കുക. അതായത് ഒറ്റ ബാർ വരയ്ക്കും, ആ ബാറിനെ തന്നെ വ്യത്യസ്ത പാർട്ടായി കമ്പോണന്റ് ചെയ്യും, പാർട്ടാക്കും. അതാണ് കോമ്പോണന്റ് ബാർ ഡയഗ്രം. അതായത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിന്റെ അതേ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് കോമ്പോണന്റ് ബാർ ഡയഗ്രം വരയ്ക്കാം. ഇവിടെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ നമ്മൾ ചേർത്ത് വരയ്ക്കുന്നു, കോമ്പോണന്റ് ബാർ ഡയഗ്രത്തിൽ മുകളിൽ കയറ്റി വരയ്ക്കുന്നു. പക്ഷെ ഈ ഷെയ്ഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ വരെ ചെക്കാണ്, ഇവിടെ വരെ ഡോട്ട് ആണ്, ഇവിടെ വരെ 00 ആണ്. ഇത് നെറ്റ് പ്രോഫിറ്റ് ആണ്, ഇത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്, ഇത് സെയിൽസ് ആണ് എന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഷെയ്ഡ് സെയിൽസ് ആണ്, ഈ ഷെയ്ഡ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്, ഈ ഷെയ്ഡ് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഇതിന് നമുക്ക് കോമ്പോണന്റ് ബാർ ഡയഗ്രം എന്ന് പറയും, ഇതിന് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം എന്ന് പറയും. ഓക്കെ, ഒരേ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് രണ്ടും നമുക്ക് വരയ്ക്കാം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ബുക്കിൽ കൂടി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നമുക്കൊന്ന് വായിക്കും കൂടി ചെയ്യാം. ബുക്ക് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ കോമ്പോണന്റ് ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ, ആദ്യം മൾട്ടിപ്പിൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾ കമ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ടേബിളിൽ വ്യത്യസ്ത കോളമായി വരയ്ക്കുന്നതിന് പകരം ഇവിടെ തൊട്ടടുത്ത് മുട്ടിയുള്ള ബാർ വരയ്ക്കും. ഓക്കെ, ഇനി കോമ്പോണന്റ് ബാർ ഡയഗ്രാം വരുമ്പോൾ മുട്ടിയല്ല, മേലെ കല്ല് വെക്കുന്നത് പോലെ നമ്മൾ അട്ടി വെക്കും. അപ്പോൾ അതിന് വേണ്ടത് ഇപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളുടേതാണെങ്കിൽ അത് മൊത്തം കൂട്ടിയിട്ട് ഒറ്റ ബാർ വരച്ചിട്ട് പിന്നെ സെയിൽസ് എത്ര ഗ്രോസ് എത്ര എന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സെയിൽസ് വരച്ചതിന് ശേഷം മുകളിൽ ഗ്രോസ് പ്രോഫിറ്റ് വരച്ച് അതിന് ശേഷം മുകളിൽ നെറ്റ് പ്രോഫിറ്റ് വരച്ചാലും മതി. മൊത്തത്തിൽ ആ ടോട്ടൽ കിട്ടിയിരിക്കണം. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. കോമ്പോണന്റ് ബാർ ഡയഗ്രാം. In a component bar diagram, each bar representing the magnitude of a given phenomenon is further subdivided into various components. ഒറ്റ ബാർ വെച്ചിട്ട് വ്യത്യസ്ത പാർട്ടുകൾ, വ്യത്യസ്ത കോമ്പോണൻസ് ഡിവൈഡ് ചെയ്യുന്നു. നമ്മളിപ്പോൾ കരുതുന്ന പോലെ ഒറ്റ ബാർ വരയ്ക്കും, എന്നിട്ട് വ്യത്യസ്ത പാർട്ട് ഡിവൈഡ് ചെയ്യുന്നു. Each component occupies a part of the bar proportional to a share in total. Such diagrams are useful in comparing the size of different component part. ഓരോ പാർട്ടും ഓരോ വേരിയബിൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. They also throw light on the relationship among these integral part. ഫോർ എക്സാമ്പിൾ, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമ്മുടെ സ്കൂളിലെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസ് സ്റ്റുഡൻസിൻ്റെ എണ്ണം ഒറ്റ ബാർ വരയ്ക്കുന്നു. സയൻസ് 120 കുട്ടികൾ, അതിൻ്റെ മുകളിൽ കൊമേഴ്സ് 120 കുട്ടികൾ, അതിൻ്റെ മുകളിൽ ഹ്യൂമാനിറ്റീസ് 61 കുട്ടികൾ. ഒറ്റ ബാർ വരച്ചൂടെ? സപ്പോസ് നോക്കുക, നമ്മുടെ ക്ലാസ്സിലെ നമ്മുടെ സ്കൂളിലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കുട്ടികൾ. ഇപ്പോൾ സയൻസ് കുട്ടികൾ 120, കൊമേഴ്സ് കുട്ടികൾ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമിൽ നിന്ന് വരയ്ക്കും. ഇവിടെ തന്നെ മുട്ടിയിട്ട് കൊമേഴ്സ് കുട്ടികൾ വരയ്ക്കും. ഹ്യൂമാനിറ്റീസ് കുട്ടികൾ 61 കുട്ടികൾ. ഇത് സയൻസ്, ഇത് കൊമേഴ്സ്, ഇത് ഹ്യൂമാനിറ്റീസ്. വ്യത്യസ്ത ഷെയ്ഡോ കളറോ കൊടുത്തൂടെ? എന്നാൽ കോമ്പണന്റ് ബാർ ഡയഗ്രാമിലോ
സയൻസ് 120, കൊമേഴ്സ് 120, ഹ്യൂമാനിറ്റീസ് 61. അപ്പോൾ 120, 240, 61, 301. അപ്പോൾ ഇവിടെ 301 എത്രയാണ് നോക്കി, ഒറ്റ ബാർ വരക്കും ഇങ്ങനെ. ഇതാണ് കോമ്പണന്റ് ബാർ ഡയഗ്രം. ഒറ്റ ബാർ വരച്ചിട്ട് ഇത്ര സയൻസ്, ഇത്ര കൊമേഴ്സ്, ബാക്കി ഹ്യൂമാനിറ്റീസ്. ഓക്കെ, ഇത് കോമ്പണന്റ് ബാർ ഡയഗ്രം. മുകളിൽ വരക്കുന്നത്, ചേർത്ത് വരക്കുന്നത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. മനസ്സിലായില്ലേ? ക്ലാസ്സിലാണ് നമ്മൾ ഒന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു വർക്കൊക്കെ ചെയ്തിട്ടേ നമ്മൾ അടുത്തതിലേക്ക് പോവുള്ളൂ. ഓക്കെ, എന്താണ് ഇതിൻ്റെ സ്റ്റെപ്സ്? എന്താ? വേരിയസ് കോമ്പണൻസ് ഇൻ ഈച്ച് ബാർ ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ സെയിം ഓർഡർ. നമ്മൾ എന്നേ ശ്രദ്ധിക്കേണ്ടു, വരക്കുന്ന ബാർ അത് കോമ്പണന്റ് ആവട്ടെ, മൾട്ടിപ്പിൾ ആവട്ടെ, സിമ്പിൾ ബാർ ഡയഗ്രം ആവട്ടെ, എത്ര ബാർ വരച്ചാലും ബാറെല്ലാം ഒരേ തടിയായിരിക്കണം. ബാറുകളുടെ ഇടയിലുള്ള ഗ്യാപ്പും ഒരേ സ്പേസ് ആയിരിക്കണം. ഓക്കെ, ബാറിന്റെ തടി നിങ്ങൾക്ക് എത്രയോ വരക്കാം, മെലിഞ്ഞത് വരക്കാം, തടിയം വരക്കാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ബാർ ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദ ലൈൻ വിത്ത് ഇസ് ഹൈറ്റ് ഈക്വലന്റ് ടു ദ ടോട്ടൽ വാല്യൂ ഓഫ് ദി ബാർ. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയുടെ വലുപ്പമാണ് നമ്മുടെ ബാറിന്റെ നീളം. 30 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഡാറ്റ എങ്കിൽ നമ്മുടെ ബാറിന്റെ നീളം 30 സെന്റിമീറ്റർ ആണ്. Common arrangement is that of presenting each bar in the order of magnitude, starting from the largest component at the base of the bar to the smallest at the end. അതായത് നമ്മൾ ഇപ്പോൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം വരയ്ക്കുന്നെങ്കിൽ നമ്മൾ ഓർഡറിൽ ഏറ്റവും വലുത് ചെറുത് അങ്ങനെ അറേഞ്ച് ചെയ്താൽ നല്ലത്, ഭംഗി ഉണ്ടാവും. To distinguish between the different components, use different colors or shade. ഓരോ കോമ്പണന്റിനും വ്യത്യസ്ത കളർ കൊടുക്കാം, ഷെയ്ഡ് കൊടുക്കാം. ഇന്ന കളർ, എന്നിട്ട് നമ്മൾ സൈഡിൽ ഇവിടെ എഴുതണം ഇന്ന കളർ ഇന്നതാണ് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയും വേണം. നോട്ട്സ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് കോമ്പണന്റ് ബാർ ഡയഗ്രം ഇവിടെ ഒന്ന് വരച്ചിട്ടുണ്ട്. 2006, 2007, 2008, 2009 കൊമേഴ്സ്, ആർട്സ്, സയൻസ് കുട്ടികളുടെ എണ്ണം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മേക്കമേത വരച്ചിട്ട് കണ്ടോ ബുക്കിൽ? ഒന്ന് നിങ്ങൾക്ക് വരച്ച് നോക്കാനും വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ബുക്കിൽ വരച്ചത് നോക്കി മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായല്ലോ. അതിനുശേഷം നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് വരച്ച് നോക്കുക. പൈ ഡയഗ്രം ഇന്ന് വേണമെങ്കിൽ എനിക്ക് വരക്കാം, പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിൽ വരക്കാം. അപ്പോൾ ഇത്രയും ഓർക്കുക. ബാർ ഡയഗ്രം, സിമ്പിൾ ബാർ ഡയഗ്രം, കോമ്പണന്റ് ബാർ ഡയഗ്രം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം. സിമ്പിൾ ബാർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒറ്റ ഡാറ്റയെ ഉണ്ടാവുള്ളൂ. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഡാറ്റ. ഇവിടെ 3 തന്നാൽ ചിലപ്പോൾ 2 ആവാം. അപ്പോൾ അടുത്തടുത്ത് ചേർത്ത് നമ്മൾ വരക്കും. ഓക്കെ, കോമ്പണന്റ് ബാർ ഡയഗ്രം എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെ പോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഡാറ്റ എത്രയോ വരാം. ബട്ട് ചേർത്ത് വരക്കുന്നതിന് പകരം മുകളിൽ നമ്മൾ ചേർത്ത് വരക്കും. മുകളിൽ മേലെ കയറ്റി വരക്കും. അത്രയാണ് കോമ്പണന്റ്. ഒറ്റ ബാറിന് വ്യത്യസ്ത കമ്പോണൻസ് പാർട്ടാക്കി ഡിവൈഡ് ചെയ്യും. അത് കോമ്പണന്റ് ബാർ ഡയഗ്രം. കോമ്പണന്റ് ബാർ ഡയഗ്രത്തിന് അതേ ഡാറ്റ തന്നെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രമായിട്ട് വരക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ബാർ ഡയഗ്രം, അടുത്ത ദിവസം പൈ ഡയഗ്രം. പൈ ഡയഗ്രം എന്ന് പറഞ്ഞാൽ സർക്കിളാണ്. പൈ മീൻസ് സർക്കിൾ, 360 ഡിഗ്രി. അതാണ്. അത് കുറച്ച് കാൽക്കുലേഷൻ ചെയ്യാനുണ്ടതിൽ. അതുകൊണ്ട് അത് അടുത്ത ക്ലാസ്. ഇതും കൂടിയായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ഈ ചാപ്റ്ററും കൂടിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് മെല്ലെ നോക്കാം. ഇനിയിപ്പോൾ അതിനിടയ്ക്ക് സ്കൂൾ തുറന്നു കിട്ടിയാൽ നമുക്ക് ഭാഗ്യം നേരിട്ട് തന്നെ വരച്ച് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് മെല്ലെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ 2 ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന 2 പ്രോബ്ലം ഏതൊക്കെയാണ്? 2 പ്രോബ്ലം, 3 പ്രോബ്ലം. സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ ഫേംസ് ആൻഡ് നമ്പർ ഓഫ് കമ്പ്യൂട്ടർ സോൾഡ് എന്ന് കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ബുക്കിൽ വരച്ചതല്ല, മറ്റേത്. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ ഡ്രോ ബാർ ഡയഗ്രം ടു റെപ്രസെന്റ് ഡാറ്റ ഗിവൺ ബിലോ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. പിന്നെ വേറെ ഏതാവുള്ള ഇയർ, എക്സ്പോർട്ട് ഇൻ ക്രോർ, ഇമ്പോർട്ട് ഇൻ ക്രോർ. 2 ഉള്ളൂ, 3 വേരിയബിൾ ഇല്ല. അത് വെച്ചിട്ടൊരു ഗ്രാഫ്. പിന്നെ കോമ്പണന്റ് ബാർ ഡയഗ്രത്തിൽ ഫോളോ ഇതിനെ കുറിച്ച് കോളേജ് ABC 3 ഡാറ്റ ഉണ്ട്. പിന്നെ ടോട്ടൽ നോക്കണം. ടോട്ടൽ മൊത്തം ABC കൂട്ടിയിട്ടുള്ളതാണ്. ടോട്ടലിന് വേറെ വരക്കണ്ട. കോളേജ് ABC 3 ബാർ വരും. 3 കൂടി കൂട്ടിയാൽ എത്ര കിട്ടണമെന്നാണ് ലാസ്റ്റ് കോളത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെയും മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെയും കോമ്പണന്റ് ബാർ ഡയഗ്രം ടൈറ്റിൽ എഴുതി ഓരോ ബാർ വരക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പൈ ഡയഗ്രം വരക്കാം. ഓക്കെ, ബൈ.